Audience. Stone, paper, scissors. 4 പോയിന്റ്. എനിക്ക് 4 പോയിന്റ്. ഇത് 4. Stone, paper, scissors. ഔട്ട്. ഇതെന്താണ്? തൃശ്ശൂല. അപ്പൊ ഇത് അങ്ങനെ ഇത് ആണി. ആണി. റൂബി അമ്മ ഇതെവിടെ പോയി കുറെ നേരമായിട്ട് താഴോട്ട് നോക്കുന്നല്ലോ. അല്ലടാ കുടുംബശ്രീക്ക് പോയ പെണ്ണുങ്ങളെ കാണുന്നില്ല, അതാ ഞാൻ നോക്കിക്കൊണ്ട്. അവിടുന്ന് തെരഞ്ഞെടുപ്പാന്ന് പറഞ്ഞു മിക്കാറ് അടി ചണ്ടയായി കാണും. ഡാ അവിടെ വല്ല അടിയാ പിടിയാ അങ്ങനെ നടന്ന് കാണുമോ? 100%. അതുകൊണ്ടല്ലേ വരാത്തത്, അല്ല എപ്പോഴേ വന്നേനെ. ചുമ്മാ അമ്മ ഒരു കുഴപ്പമില്ല. ചുമ്മാരി അവിടെ ചർച്ച കഴിഞ്ഞ അവർക്ക് വന്നോളൂ. നീ എന്തിനാ ചുമ്മാ അമ്മയായിട്ട് പഠിപ്പിക്കുന്നത്? എന്റെ മച്ചമ്പി ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഈ പൊടി കൊടങ്ങാവള തെരഞ്ഞെടുപ്പ്, ഈ കുടുംബശ്രീയുടെ തെരഞ്ഞെടുപ്പിന് പൂര വഴക്കാണ്. എനിക്കറിയാവുന്നല്ലേ. റോസ്മേരി ഒന്ന് കയറി നിൽക്കും, അല്ല അവിടുത്തെ പെണ്ണുങ്ങളെ റോസ്മേരി കയറി നിർത്തും. പേടിപ്പിക്കാതാ. നിന്റെ കൊടങ്ങാവളയിലെ കുടുംബശ്രീ അല്ല ഇവിടുത്തെ കുടുംബശ്രീ. പിന്നെ ഇവിടുത്തെ കുടുംബശ്രീക്ക് രാജപദവി കൊടുത്തു. പിന്നെ തന്നടേ തന്നെ എവിടെ കൂടിയാലും അടിയും വഴക്കും. പിന്നെ പിന്നെ വരുന്നു അമ്മ അവളെങ്ങനെ കരഞ്ഞോണ്ട് വരുന്നത്? എന്താടേ നീ എന്തിനു കരയുന്നത്? എന്താ കഷ്ടം എന്റെ എല്ലാം തട്ടിയെടുത്തമ്മ. ആരെവിടെ തട്ടിയെടുക്കാനുള്ളത്? കാര്യം പറ. പെണ്ണുങ്ങളായിട്ട് വഴക്കായോ? പെണ്ണുങ്ങളായിട്ട് വഴക്കായിരുന്നെങ്കിൽ എന്ത് നല്ലായിരുന്നു. എല്ലാം തട്ടിയെടുത്ത്, എന്റെ സെക്രട്ടറി സ്ഥാനം, എന്റെ മിനിറ്റ്സ് ബുക്ക് എല്ലാം അവള് തട്ടിയെടുത്ത്. നിന്റെ ബുക്കൊക്കെ എവിടെ കൊണ്ടുപോയാ? സത്യം പറ, തെരഞ്ഞെടുപ്പിൽ തോറ്റാ? തോപ്പിച്ചതാ. ആരാ ജയിച്ചത്? അയ്യോ ലില്ലി അമ്മ. അത് ഒരു വർഷത്തേക്കല്ലേ, അടുത്ത വർഷം കഴിയുമ്പോ വീണ്ടും തിരിച്ചു പിടിക്കും. പോട്ട് മക്കളെ പോട്ട്. അമ്മയുടെ എല്ലാം പോയടാ. എനിക്ക് വയ്യ, ഞാൻ എവിടെയെങ്കിലും പോയി ചാകാൻ പോവാ. ഇതൊക്കെ ഞാൻ കേൾക്കുന്നത്. ലില്ലിക്ക് തട്ടിയെടുക്കാം. ഇതാണ് പറഞ്ഞത്. ഇത് ഞാൻ വിചാരിച്ചില്ല കനക, സത്യമായിട്ട് ഞാനിത് വിചാരിച്ചില്ല. അയ്യോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ ഇതിന് ഒരുപാട് ദൃക്സാക്ഷിയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പോലീസ് പ്രൊട്ടക്ഷന് വേണമായിരുന്നു ഈ യോഗം നടക്കാൻ, അല്ലേ? എങ്കിൽ രസമുണ്ടായിരുന്നു. ആ വിജയശ്രീലാളിതായിട്ട് ഇതോ വരുന്നു. സന്തോഷം കണ്ട് ഭരണം പിടിച്ചെടുത്തതിൻ്റെ. പുതിയ കുടുംബശ്രീ സെക്രട്ടറിക്ക് അഭിനന്ദനം. എല്ലാരും കൂടെ എന്നെ സെലക്ട് ചെയ്തു കേട്ടാ സെക്രട്ടറി. അടിപൊളി. ആങ്ങളെ ക്ലീറ്റസ് മത്തായി രാഷ്ട്രീയ നേതൃത്വം വഹിക്കുന്നു. പെങ്ങൾ ലില്ലിതെ കുടുംബശ്രീ യോഗത്തിന് നേതൃത്വം വഹിക്കാൻ പോകുന്നു. ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല കേട്ടാ. ചേച്ചി വന്നാ, ചേച്ചി പറഞ്ഞാലേ നിങ്ങളോട്? പറഞ്ഞു നന്നായിട്ട് പറഞ്ഞു. എല്ലാരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു ലില്ലി മതി ലില്ലി മതി എന്ന്. അതാണ് കൊടങ്ങാവള കുടുംബത്തിന്റെ പവർ എന്ന് പറയുന്നത്. എല്ലാവരുടെ മുമ്പിൽ എനിക്ക് ഇത്രയും വിലയുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഈ കൊടങ്ങാവള കുടുംബത്തിലെ ഒരുത്തന്റെ ഭാര്യയുടെ സ്ഥാനമാണ് പോയത്. കാലയ്ക്ക് പോളെ പോരാവേ. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അമ്മേനെ അറിയാതിരിക്കും പൊന്നേ. അല്ല അവളൊന്നും ചെയ്തതല്ല മക്കളെ. ചെയ്ത് അവള് തന്നെയല്ലേ. അല്ല പെണ്ണുങ്ങൾ അവരെ തെരഞ്ഞെടുത്തതല്ലേ അവള്. എന്തായാലും അവള് സന്തോഷിച്ചമ്മ. എനിക്ക് അമ്മ ഒന്ന് ഓർത്തു നോക്കിയമ്മ. ഇവിടെ കുടുംബശ്രീ ഉണ്ടായ നാള് മുതൽ ഞാനല്ലേ അമ്മ സെക്രട്ടറി. മക്കള് വിഷമിക്കണ്ട, അടുത്ത പ്രാവശ്യം മോക്ക് സെക്രട്ടറി ആവാം കേട്ടാ. എനിക്ക് വേണ്ട. ക്ലീറ്റോ എവിടെ അങ്ങോട്ട് വേഗമോ? ആ കരയുക. ക്ലീറ്റോ എന്റെ സെക്രട്ടറി സ്ഥാനം പോയി. ക്ലീറ്റോ ലില്ലി
മുൻകൈ വെച്ചിട്ടുണ്ട്. ദുഷ്ടൻ. ക്ലീറ്റസ് എന്തോന്ന് പറഞ്ഞു മക്കളെ? ആ, ലില്ലിയല്ലേ നന്നായിന്ന്. എനിക്ക് ഇവിടെ ആരുമില്ല, ഞാൻ മക്കളെ പോവാ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ദൈവമേ, ഇതെന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞു. വീട്ടിൽ തന്നെ ഒരാളുടെ സ്ഥാനം തട്ടിപ്പറിച്ചിട്ട് നേടുന്നത് ഒരു നേട്ടമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ അതാണ് കാര്യം. ആരാരുടെ സ്ഥാനം തട്ടിത്തെറിപ്പിച്ച് ആര് തട്ടിപ്പറിച്ചെടുത്ത്? എൻ്റെ ഏട്ടാ, ഇത് ഞാൻ സ്വയം എടുത്ത തീരുമാനമൊന്നും അല്ല. അവിടെ ഉള്ള എല്ലാവരും ഒന്നടങ്കം പറഞ്ഞ് ലില്ലി മതി, ലില്ലി മതി, ലില്ലി മതി എന്ന്. അങ്ങനെ എല്ലാവരും കൂടെ എടുത്ത തീരുമാനം. അല്ലാതെ ഞാൻ ചെന്നിട്ട് എനിക്ക് ആ സെക്രട്ടറി സ്ഥാനം കൊടുത്താ, എനിക്ക് ആ സെക്രട്ടറി സ്ഥാനം കൊടുത്താ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അവിടെ കരഞ്ഞോണ്ടതിനാ? അതെനിക്കെങ്ങനെ അറിയാം? ഞാൻ കണ്ട പോലും ഇല്ല ചേച്ചി കരഞ്ഞുണ്ടെന്നും പോണമെന്നും. അവിടെ ഇരുന്നോണ്ട് ചേച്ചിയും പറഞ്ഞല്ലോ ലില്ലി മതി, ലില്ലി മതി എന്ന്. അല്ലെ തന്നെ എല്ലാം ഒരാളെ 1 വർഷം ഇരുത്തത്തുള്ളൂ. പിന്നെ അല്ലെങ്കിൽ രണ്ടാമത് ഇരുത്തണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയണം. പക്ഷെ ആരും ചേച്ചിയുടെ പേര് പറഞ്ഞില്ല. എന്തുകൊണ്ടാ? ചേച്ചിയുടെ പ്രവർത്തനം അവിടെ ആർക്കും ഇഷ്ടമല്ല. അത് തന്നെ കാര്യം. അതെന്തെങ്കിലും ആയിക്കോട്ടെ. നീ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങാൻ പോകണം. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയതാണ് ആണോ? ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടും വന്നും കാര്യങ്ങളൊക്കെ ആയി. ഒരാൾ മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്നു. അപ്പൊ ഒരുമിച്ച് പോവാൻ ചേച്ചി എന്ന് പറഞ്ഞ് അവളെ കൂടെ കൊണ്ടുവരണ്ടായിരുന്നു. എന്റെ ഏട്ടാ, ചേച്ചിനെ ഞാൻ വിളിച്ച് നമുക്ക് ഒന്നിച്ച് പോവാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് തക്കുട് ട്യൂഷൻ കഴിഞ്ഞിട്ട് നേരത്തെ വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ ചേച്ചി നേരത്തെ പോയത്. ഇവിടെ വന്ന് എന്തൊക്കെയാണ് പറഞ്ഞു തന്നത് എനിക്കറിയാൻ പാടില്ല. എന്റെ കർത്താവേ, നീ അല്ല, അവളുടെ ഒരു മാനസികാവസ്ഥ ആലോചിക്കുകയാണ് എന്തായിരിക്കും എന്നുള്ളത്. ഇതിപ്പോ മാനസികാവസ്ഥ ആലോചിക്കാനായിട്ട് ഞാൻ ഒറ്റക്കെടുത്ത തീരുമാനമാണോ? ഏട്ടന് ഇച്ചിരി വിവരമുള്ളതല്ലേ? ഏട്ടൻ എന്താ ഇങ്ങനെ പറയണത്? അതല്ല, നമ്മൾ എപ്പോഴും എന്നറിയാമോ, ഇതിപ്പോ ഒരേ വീട്ടിൽ തന്നെയാണ്. ഇതിപ്പോ ആര് ജയിച്ചാലും തോറ്റാലും നമുക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇതിപ്പോ നഷ്ടപ്പെടുമ്പോ അതിന്റെ വേദന വേറെയാണ്. അത് പെങ്ങളുടെ സ്ഥാനം പോയപ്പം ഭയങ്കര വിഷമം. ഭാര്യക്ക് സെക്രട്ടറി സ്ഥാനം കിട്ടിയപ്പം ഭയങ്കര നിനക്കെന്താ ഞാൻ മനസ്സിലായി, നിനക്ക് മനസ്സിലായി. നീ എന്റെ സ്ഥാനത്ത് ആലോചിക്കാണ്. അയ്യോ, അത് വല്ലാത്തൊരു പറച്ചിലായി പോയല്ല. ക്ലീറ്റോ ചേട്ടൻ. ഹലോ, അറിഞ്ഞ ചേച്ചി പറഞ്ഞ? ആ, ക്ലീറ്റോ ചേട്ടാ, പെണ്ണുങ്ങളെല്ലാരും പറഞ്ഞ് ലില്ലി ആയാ മതി, ലില്ലി ആയാ മതി എന്ന് പറഞ്ഞ്. അങ്ങനെ എനിക്ക് സത്യമായിട്ട് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലതൊക്കെ എന്നാലും. ആഹാ, അല്ല, ചേച്ചിയുടെ പേര് ആരും പറഞ്ഞില്ല. ചേച്ചിക്ക് വിഷമായി പോയെന്ന് തോന്നുന്നു. അവിടെ വെച്ച് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ക്ലീറ്റോ ചേട്ടാ. ഇവിടത്തേക്ക് അരഞ്ഞോണ്ട് കയറി വന്ന് എൻ്റെ കൂടെ അല്ല വന്നത്. തക്കുടിന് ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് നേരത്തെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ചേച്ചി നേരത്തെ ഇറങ്ങി അവിടുന്ന്. ഇവിടെ വന്ന് കരഞ്ഞ് വന്നിട്ട് ഏട്ടനൊക്കെ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ആ ക്ലീറ്റോ ചേട്ടനും കൂടെ പറഞ്ഞു തരണം. എന്താണ് ഇത്? എനിക്ക് വെറുതിരിക്കാൻ പാടില്ലേ? സന്ധ്യാസമയത്ത് വിളക്ക് കത്തി പ്രാർത്ഥിക്കണം. നീ ഇവിടെ കിടക്കണം എന്തിനാ? എനിക്ക് കിടക്കാൻ തോന്നുമ്പോ ഞാൻ കിടക്കും. ഒന്നും അറിയാത്ത പോലെ ആൾക്കാരെല്ലാരും വന്ന് അഭിനയിക്കുന്നു. വിഷമായിപ്പോ എനക്ക്. ഇല്ല, എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ എന്തിനാ വിഷമിക്കണേ? നീ ഇപ്പൊ ചിരിക്കാൻ വേണ്ടിട്ടാണ് ആനകൾ ഇങ്ങോട്ട് വന്നത്. നീ എന്നിട്ട് പോയിക്കേ. നീ എന്തിനാ ഇവിടെ വന്നിരിക്കണേന്നേ? ഞാൻ ചോദിച്ചേ, നീ വിഷമമില്ലെന്ന് പറഞ്ഞ് നീ കള്ളം പറഞ്ഞാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു ഷോക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആരായാലും വിഷമം വരും. ഇതങ്ങനെ സാധാരണ ഷോക്കായിരുന്നില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10-18 പേരുണ്ടായിരുന്നു. ഒരാള് പോലും എന്നെ വേണോന്ന് പറയാത്തത് എന്താ? അതെന്താ? അതിപ്പോ അതെന്താ? അത് നീ തന്നെ ആലോചിച്ച് നോക്ക്. എന്താ? ഞാൻ ആലോചിച്ചു, എനിക്ക് മനസ്സിലായി. എന്താണ് അത് ഇങ്ങനെ ചാക്കിട്ട് പിടിച്ചത്. വേണമെങ്കിൽ എന്നോട് ചോദിക്കായിരുന്നില്ലേ? ഞാനത് കൊടുത്തേനല്ലോ. ഇത് എന്താ പറയാ, നമ്മള് ഒരു കാര്യം നീ മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും വലിയൊരു കാര്യമല്ല. ഈ ജീവിതത്തിൽ എന്തെല്ലാം വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു ചെറിയൊരു സ്ഥാനം, ഈ സ്ഥാനമാനങ്ങൾ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വരുമ്പോൾ അധികം സന്തോഷിക്കാനും പാടില്ല, പോകുമ്പോൾ അധികം സങ്കടപ്പെടാനും പാടില്ല. അത് വരും പോവും. ഇതിൽ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ഇതിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമാണിത്. എന്റെ പൊന്നു കനക, നീ ഒന്ന് നിർത്തിയിട്ട് പോകാവോ? ഞാൻ എവിടെയെങ്കിലും ഇരുന്നോളാം. തങ്കഞ്ചേടത്തി
ഇവിടെ ഇരിക്കുമായിരുന്നു. ചുമ്മാണോ ഞാൻ ഫ്രണ്ടിൽ കിടന്ന് വിളിയേക്കാം. ഇവിടെ നിൽക്കുമായിരുന്നു. ഞാൻ കുറെ നേരം കൊണ്ട് വിളിച്ചായിരുന്നു. എന്തിനാ എന്നെ കുഴിച്ചിടാനാ? ഇതുവരെ ആ കലിപ്പ് കഴിഞ്ഞില്ലേ? ദിവസം എത്ര ഞങ്ങൾ എല്ലാവരും മറക്കണം. ആ നിങ്ങൾക്കൊക്കെ മറക്കാൻ പറ്റും. എന്തുവാ തങ്ക ചേട്ടൻ? ദേ നീ എന്റെ കൈവാക്കിന്ന് നീങ്ങി നിന്നോ. ഞാൻ തോയത് നിന്റെ തനി നിറം ഞാൻ കണ്ടതാ. തനി നിറോ? ആ ഇതല്ലാതെ വേറെ ഭയങ്കര തമാശ. എടാ ഞാൻ വേദനിച്ച് എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോ നീ കൈ കൊട്ടിച്ചിരിക്കണത് ഞാൻ കണ്ടതാ. ഞാനോ? ആ കൈ കൊട്ടിച്ചിരിക്കുന്നതോ? എപ്പോ? എന്നെ കുറിച്ച് പറയുന്നത് ഇല്ല, ഇങ്ങനെയല്ല. നിന്റെ മനസ്സിൽ 1000 പ്രാവശ്യം നീ കൈകൊട്ടിയത് ഞാൻ കണ്ടതാ. തങ്കച്ചേട്ടത്തി ദൈവത്തിന് അറിയാമോ, എനിക്ക് ഒരാങ്ങളെ അല്ല 2 ആങ്ങളെ തന്നെ ഞാൻ വിചാരിച്ചു. ഇനി നീ എന്റെ ആങ്ങളെ അല്ല, ആരും അല്ല. അങ്ങനെ പറയല്ലേ തങ്കച്ചേട്ടത്തി? അങ്ങനെ തന്നെ പറയും. നിങ്ങളെ ആ പെണ്ണുങ്ങളെല്ലാം പുകച്ച് ചാടിച്ചെന്ന് അറിഞ്ഞപ്പോ ഞാൻ റൂമിനകത്ത് കിടന്ന് എന്തോരം കരഞ്ഞെന്നറിയോ? അയ്യേ, അല്ല എന്റെ തലയുടെ കവർ എടുത്തു നോക്ക്. ആ കണ്ണുനീര് ഇപ്പോഴും ഉണങ്ങാതെ അതീ കിടപ്പുണ്ട്. എനിക്ക് വേറെ പണിയുണ്ട്. നീ എന്തിനാ വന്നേന്ന് വെച്ചാ വേണമെങ്കിൽ പറഞ്ഞിട്ട് പോ. മേളി കുടുംബശ്രീയിലെ കുറെ പെണ്ണുങ്ങളും വേറെ ആരണ്ടൊക്കെ വന്നേക്കുന്നു. ബാങ്കിലെങ്ങാണ്ട് പോവാനാന്നൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ വേണം ബാങ്കിൽ പോണെങ്കിൽ ബാങ്കിന്റെ തല ചോന്നുകൊണ്ട് നടക്കണോ ഞാൻ? പറഞ്ഞതേ ഉള്ളൂ. ആ പറയണ്ട. എനിക്ക് അറിയേണ്ട കാര്യങ്ങള് ഞാൻ അറിഞ്ഞോളാം. അല്ലാതെ നീ വന്ന് എനിക്ക് പറയാനായിട്ട് ഞാൻ നിന്നെ വേലക്ക് വെച്ചേക്കണമെന്നല്ലോ. കടന്നോടാ അവിടുന്ന്. എന്റെ അമ്മയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുറത്തോട്ട് പോവല്ലേ എന്ന്. പോവാണെങ്കിൽ തന്നെ ശ്രദ്ധിക്കണമെന്ന്. ഇതിപ്പോ അവിടെ ഉരുണ്ട് കിടക്കുന്നത് എങ്ങനെ അറിഞ്ഞ്? നിലവിളി കേട്ട് ഞാൻ ഓടിച്ചതാ. ഞാൻ അടുക്കളയിലായിരുന്നു. ഓടി ചെല്ലുമ്പോഴത്തേക്ക് അവിടെ പടിയിൽ വീണ് കിടക്കണ്. ഞാനും തക്കടും കൂടെ ഒരു വിധത്തിലാണ് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത്. എന്തായാലും ഈ എണ്ണ വരട്ടി തടവിട്ട് ഒന്ന് ചൂട് കൊണ്ടാ മതി. ചൂട് പിടിക്കും. മുട്ടലോ ചീറ്റലോ എല്ലാം ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഇരിക്കത്തില്ല. മുട്ടക്കാട്ട നിലവിളി. എന്റെ അമ്മച്ചെന്ത് വരുന്നു ബാത്റൂമിൽ വീണപ്പം ചതവാണ്, നൊന്നിട്ടുണ്ടോ? നീര് വെച്ചിട്ടില്ലല്ലേ ഭാഗ്യത്തിന്. വേദന കുറവില്ല. എന്റെ കനമച്ചം വരുമ്പോ നമുക്ക് ആശുപത്രി 2 ഇഞ്ചക്ഷൻ ചന്തിക്കും കിടക്കാം. അല്ല കൊറയുന്നൊന്നുമില്ലെന്നേ. അതാ പറഞ്ഞ നമുക്ക് വൈകിട്ട് ആശുപത്രി അതിപ്പോ പോണോ? വേണ്ട ആശുപത്രി ഒന്നും പോണ്ട കാര്യമൊന്നുമില്ല. അമ്മ എന്തിനാ അമ്മ അങ്ങോട്ട് പോയത്? ഇത് ഞാൻ മനഃപൂർവ്വം പോയതല്ല, ഞാൻ ആ വിറവ് വരയിലോട്ടൊന്ന് പോയതാണ്. ആ പടി ചവിട്ടിയപ്പോ കാലങ്ങ് തെറ്റിപ്പോയത്. ഇടാ ഒന്ന് പതുക്കേടാ. പതുക്കെ തിരുമേ മതി അച്ഛാ. നീ ഇത് വലിയ വിഷയമാക്കണ്ട. വിഷയമാക്കണ്ട. നമ്മളാരും വിഷയമാക്കത്തില്ല. വേറൊരാൾ വന്ന് ഇവിടെ വിഷയമാക്കും. വൈകിട്ട് ഏട്ടൻ വന്നിട്ട് ഇനി എന്നെ ആയിരിക്കും പൊരിക്കാൻ പോണത്. അത് നിങ്ങൾ ഇപ്പൊ അവൻ്റെ കൂടെ പറയാനൊന്നും പോണ്ട. ഒരു വിഷയമാക്കാൻ ഇങ്ങനെ വയ്യായിരിക്കുമ്പോ പറയാതിരിക്കാൻ പറ്റും? അറിയത്തില്ലേ കണ്ടാല്? ഞാൻ ഇത്തിരി ചൂടുവെള്ളം എടുത്തോണ്ട് വരട്ടെ. എന്താ പറ്റിയേ? കാല് തടവിക്കൊണ്ടിരിക്കുമല്ലോ. എന്താ പറ്റിയമ്മേ? എന്താ പറ്റിയെന്ന് വെച്ചതാണ്, ഞാൻ വിറവുരയിലോട്ട് പോയപ്പോ കാലൊന്നും തെറ്റിയതാണ്, അല്ലാതെ ഒന്നുമില്ല. വീട് അമ്മ ആരെങ്കിലും ഉന്തിയിട്ടുണ്ടാവും. പറഞ്ഞല്ലോ വീണെന്ന്. അച്ഛാ പുറകെ കൂടെ ചെന്ന് ഉന്തിയിട്ടത് അമ്മേനെ. അത് തന്നെയാ നിന്നോട് പറഞ്ഞ, പുറകെ കൂടി ചെന്ന് ഉന്തിയിടുന്നതാ. ഒരു സെക്രട്ടറി സ്ഥാനം കിട്ടിക്കഴിഞ്ഞപ്പോഴേ എന്റെ അമ്മേനെ നോക്കാൻ ഇവിടെ ആരും ഇല്ലാതായി. അമ്മേനെ ഇവിടെ ആരും നോക്കാതിരിക്കുന്നില്ല. അമ്മേനെ ഇവിടെ പണ്ട് നോക്കിയാലും നല്ല അന്തസ്സായിട്ട് ഇവിടെ എല്ലാരും നോക്കുന്നുണ്ട്. എന്റെ അമ്മയാണിത്. എന്റെ അമ്മേനെ നോക്കാൻ എനിക്കറിയാം. വല്ലോടുമാര് വന്ന് എന്റെ അമ്മേനെ നോക്കേണ്ട കാര്യമില്ല. അച്ഛാ ഇവിടുത്തെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് അറിയാം. അത് തിരക്കാനായിട്ട് ഇങ്ങോട്ട് ഇതെന്താ കുടുംബശ്രീയുടെ വീടാണോ ഇത്? അല്ലല്ലോ, ഇത് ആരുടെ വീടാ? ഓരുടെ വീടാണോ? എന്റെ അമ്മയുടെ വീടല്ലേടാ. അതാ എന്റെ അമ്മയുടെ വീട് എന്ന് പറഞ്ഞാൽ എന്റെ വീടാണ്. അല്ലാതെ കണ്ണിക്കണ്ട കെട്ടിച്ചു വിട്ടവളുമാരോ കെട്ടിക്കൊണ്ട് വന്നവളുമാരുടെ വീടല്ല. അച്ഛാ കെട്ടിക്കൊണ്ട് വന്നവൾമാരില്ലേ, അവിടെ പോയി പുറത്തോണം. ഇത് കെട്ടി വന്നവൾമാരുടെ എന്റെ ഭർത്താവിന്റെ വീടാണ്. നാണം. ചേച്ചി ഇങ്ങോട്ട് വാ ചേച്ചി. ചേച്ചി ഇത് വന്ന് എടുത്തതാ ചേച്ചി. ചേച്ചി മീൻകറി ഉണ്ടാക്കി താ ചേച്ചി. കുറെ നാണം ഉണ്ടെന്നാണ് എന്നും വരും ചേച്ചി. ഇച്ചിരി ഉപ്പ് താടി, ഇച്ചിരി മുളക് താടി, ഇച്ചിരി ഉപ്പുമുളക് എന്റെ ആങ്ങളയുടെ. പിന്നെ ആങ്ങളേടത് നാണമില്ലല്ലോ. അമ്മയുടെ കാൽ റെഡിയാക്കിക്കോളാം. ഞാൻ വരാമേ. എന്തിന് വരാന്ന്? എന്തിന് വരുന്നത്? നീ ഒന്നാണ്
ചൂടുവെള്ളം ചൂടാക്കിക്കൊണ്ട് വരാം. ഓ പതുക്കെ 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 പതുക്കെ. മതി 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 മതി. ആ കസേര എടുത്തോണ്ട് മതി മതി മതി. തക്കുടു അല്പന ഐശ്വര്യം വന്ന അർദ്ധരാത്രിയിൽ കൊട പിടിക്കണ കാണുമെങ്കി വാ. നല്ലു നല്ലു ദേ പിന്നാമ്പുറത്ത് വന്ന് ഏതോ പട്ടി കുറക്കണുണ്ട്. ഒരു കല്ലെടുത്ത് ഓടിച്ചതിനെ. തക്കുടു ഒരു പേപ്പട്ടി എവിടെയോ കിടന്ന് കുറയ്ക്കുന്നുണ്ട്. ഒരു കല്ലെടുത്ത് അതിന്റെ വായിലോട്ട് തിരികെ വെക്കടാ. നല്ലു സയ്യുമായിട്ട് ട്യൂഷന് പോകുമ്പോ സൂക്ഷിച്ചോണേ. പേപ്പട്ടികളെയൊക്കെ കല്ലെടുത്തെറിഞ്ഞ് ചാക്കി കെട്ടി കൊണ്ടുപോകുന്നാ പറഞ്ഞേക്കുന്നത്. തക്കുടു ഒരു വെട്ടുകത്തി എടുത്തിട്ട് പോണോ? നല്ലു നിങ്ങളെ തല്ലുന്ന ചോറിലെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നേ. ചിലരുടെ പുറം പൊളിക്കാനുണ്ട്. ഏയ് ഈ നല്ല സ്കൂളിൽ പോയിട്ട് 1 മണിക്കൂർ ആയല്ലോ, നീ ആരുടെ സംസാരിക്കുന്നത്? ഏട്ടനിപ്പൊ ഇത് പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അവള് പോയെന്നൊക്കെ എനിക്കറിയാം. എന്തു അടി ചുമ്മാ രണ്ട് അമ്മ അമ്മയോടെ ഉണ്ടായിരുന്നില്ല. അമ്മയോടെ മക്കൾ അകത്തില്ലായിരുന്നല്ലേ? ആ മക്കളെ വാ ഇങ്ങ് വാ. എന്ത് ഇനി കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ ചില വിളികൾ കേൾക്കാം. ഒന്ന് കേൾക്കണ്ട. വാ ഓടിയോ. കഷ്ടം തന്നെ നല്ലതാണ്. വാ അത് അവിടെ നിന്ന് പോരുത്. നമുക്ക് നല്ല കൂട്ട് മതി. വാ ദിലീപണ്ണേ, ഇതവിടെ പോയി. ഞാൻ വർക്ക്ഷോപ്പിനോട് വരെ പോയതാ. ആ അപ്പൊ ഒരു പണിക്കാരുണ്ടെന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോ അയാൾ പറഞ്ഞു വൈകിട്ട് തന്നാ മതി എന്ന് പറഞ്ഞു. ഇതെവിടെ ബുക്ക്? ഇത് DDT പാർട്ടിക്കാർ ഒരു വലിയ പുണ്യം ചെയ്യുന്നു. ആ പാർട്ടിയിലുള്ള ഏതോ ഒരു വയ്യാത്തൊരാൾക്ക് വീട് വെച്ചു കൊടുക്കും. ആ അപ്പൊ അതിന്റെ വരവ് ചെലവ് കണക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ റോഡിൽ വെച്ച് അൻസാർക്കെ കണ്ടു. തീറ്റ വെച്ച് ഏൽപ്പിക്കാൻ വേണ്ടി. ആണ്. പിന്നെ ചായ ഇട്ടിരിപ്പുണ്ടോ? ചായ ഇട്ടിരിപ്പുണ്ട്. പക്ഷേ തണുത്തിരിക്കുവോ? ചൂടാക്കി തരാം. ചൂടാക്കി തരാം. എന്നാ രാവിലെ തൊട്ട് ഒരു പനിക്കോളാണോ അതോ പേസ്റ്റിന്റെ ചെവയാണോ വായിക്കാ രീതി? ചൂടൊന്നുമില്ല. കല്യാണത്തേനിൽ മാറാതു. ആക്രേ 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 പഴയ പാത്രങ്ങൾ, പഴയ പൊട്ടിയ പ്ലാസ്റ്റിക് ബക്കറ്റുകൾ, പേപ്പർ കുപ്പി പകരം ആക്രേ ആക്രേ. ചേച്ചേ പഴയ പാത്രങ്ങളെല്ലാം ഉണ്ടോ? പഴയ പൊട്ടിയ ബക്കറ്റ് പ്ലാസ്റ്റിക് ബക്കറ്റ് എല്ലാം ഉണ്ടോ? പഴയ മിക്സിയാ കേടായ ഫാനും എല്ലാം ഉണ്ടോ? ഒന്നുമില്ല ചേട്ടൻ പോ, പിന്നെ വാ. ചേട്ടാ ബുക്ക് എടുക്കോ? ബുക്ക് എടുക്കും, വില കുറവായിരിക്കും. വില എനിക്ക് വേണ്ട. ചേട്ടൻ നിൽക്ക്, ഞാൻ എടുത്തു തരാവേ. പൈസ ഒന്നും തരണ്ട, ചേട്ടൻ കൊണ്ടുപോയിക്കോ. ബാ, ഒച്ച ഉണ്ടാക്കണ്ടേ. പഴയ പാത്രം, വെച്ചോ വെച്ചോ വെച്ചോ. അങ്ങോട്ട് നോക്കോ. അവിടെ ചെല്ലണവരെ മിണ്ടരുത്. അയ്യോ, ഇവിടെ കൊണ്ടുവച്ചിരുന്ന ബുക്ക് എന്തിയേ? ഇവിടെ ഒരു ബുക്ക് ഇരിക്കുന്നുണ്ടായിരുന്നോ? അയ്യോ, ഇവിടെ ഒരു ബുക്ക് ഇരുന്ന കാണുന്നില്ല. നീ എന്തിനാ ഇതിന് മാത്രം കിടന്ന് ടെൻഷൻ അടിക്കുന്നത്? ആ, അത് ടെൻഷൻ അടിക്കേണ്ടവരടിച്ചോളൂ. ഇനി അയ്യോ ബുക്കിന്റെ ഞാൻ ഇവിടെ കൊണ്ടുവച്ച ബുക്ക് എന്തിയേ? അയ്യോ തിന്നു. ഇതൊക്കെ ഇവിടെ അല്ല വെക്കേണ്ടത്, സൂക്ഷിച്ചു വെക്കണം. ഞാൻ ഇവിടെ ഒരു book കൊണ്ടുവച്ചായിരുന്നു. അതിവിടെ ഇരിപ്പുണ്ടായിരുന്നില്ല. അതിപ്പോ തിരിച്ചു നമ്മ കാണുന്നില്ല. അയ്യോ, എന്ത് ബുക്കടാ?
അൻസാറൊക്കെ റോഡിൽ വെച്ചിട്ടേ ക്ലീറ്റ വെച്ചപ്പോ ഏൽപ്പിക്കാൻ പാർട്ടിയുടെ ഒരു ബുക്ക് എന്തായിരുന്നു അത് ഇവിടെ വെച്ചിട്ട് എടാ, കാണാൻ നീ എവിടെ വെച്ചെന്ന് പറ. ഇവിടെ വെച്ചിരുന്നേ ഇവിടെ വെച്ചെന്ന് പറഞ്ഞാ പിന്നെ മറന്നു പോയാ. പാക പണിയാവൂലോ അത്. ഏത് വലിയ പാർട്ടിയുടെ അല്ലേ, അതിൽ കാര്യമൊന്നുമില്ല. വലിയ കാര്യമില്ലെന്നല്ല, പാർട്ടിക്കാർ ആർക്കാണ്ട് ഒരു വീട് വെച്ച് കൊടുക്കുന്നു, അതിന്റെ വരവും ചെലവും കണക്കുകളും മൊത്തം അതിനകത്തുള്ള ആ ബുക്ക് കാണാതെ പാർട്ടി വിഷയങ്ങളാവും, കേസാവും, ഞാൻ മച്ച ബെല്ലകത്താവും. അപ്പൊ നോക്ക് ചേട്ടാ ഏ?